இங்க போலீஸ் பாதுகாப்புலாம் இருக்கா இல்லையா? போலீஸோட கைகள்லாம் கட்டப்பட்டிருக்குன்னு நினைக்கிறேன். போலீசார் மக்கள் தான் சார் எஜமானர்கள். மக்களுக்காக மட்டும்தான் பயப்படணும், வேற யாருக்காகவும் பயப்படணும்னு அவசியமே கிடையாது. இன்னும் 6 மாசம் தான். ஆட்சி மாறும், காட்சி மாறும், அதிகாரம் கை மாறும். உண்மையான மக்களாட்சி, மனசாட்சி உள்ள மக்களாட்சி அமையும். அப்ப தெரியும் எல்லாருக்கும் சுதந்திரமும் பாதுகாப்பும் 100% வரும். താങ്ക്യൂ നൻപാ. കോൺഫിഡന്റ് ആണ്, നല്ലതേ നടക്കും, വെற்றி നിശ്ചയം. സിനിമാ നടൻ വിജയ് ഇന്നലെ കരൂരിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. പറയുന്നത് ഇങ്ങനെയാണ്: പോലീസിന്റെ പാതുകാപ്പ്, അതായത് സുരക്ഷ പോരാ, പോലീസിന്റെ കൈയൊക്കെ കട്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്ന ഒരു രംഗമാണ് നിങ്ങൾ കേട്ടത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, തന്റെ മുൻപിൽ നിൽക്കുന്ന ജനങ്ങൾ കുഴഞ്ഞു വീഴുകയാണ് എന്ന് പോലും തിരിച്ചറിയാതെ നടനായ ഇയാൾ, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്, ഇയാൾ നടനാണ്, 100% നടൻ മാത്രമാണ്. ഒരു രാഷ്ട്രീയക്കാരനോ ഒരു പൊതുപ്രവർത്തകനോ ആകാനുള്ള യാതൊരു വിവരവും ഇയാൾക്കില്ല. അവര് കുഴഞ്ഞു വീണപ്പോൾ അവരെ എടുക്കാൻ വേണ്ടി വന്ന പോലീസിനോട് ഇയാൾ അടിക്കുന്ന ഡയലോഗാണ് നിങ്ങളിപ്പോ കേട്ടത്. ആച്ചിയൊക്കെ മാറും, അതായത് സ്റ്റാലിന്റെ ബലത്തിൽ നിങ്ങളിപ്പോ കളിക്കണ്ട, നാളെ കണ്ടില്ലേ എന്റെ ചുറ്റുമുള്ള ആൾക്കൂട്ടം, ഞാനാണ് ഇനി ഭരണം പിടിക്കാൻ പോകുന്നത്, ഞാനാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പോകുന്നത്. ആ ഓർമ്മയൊക്കെ വേണമെന്ന് സഹായിക്കാൻ വരുന്ന പോലീസ് അവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയാതെ പറഞ്ഞ വാചകങ്ങളാണ് നിങ്ങൾ കേട്ടത്. കരൂർ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സങ്കട വാർത്തയായിരിക്കുകയാണ്. 40 പേരുടെ മരണം നടന്ന സങ്കട വാർത്ത. സത്യത്തിൽ രാഷ്ട്രീയം എല്ലാവർക്കും പറ്റിയ പണിയാണോ? ആർക്കും ചെയ്യാവുന്ന ഒരു സംഗതിയാണോ അത്? ആർക്കും നാട് ഭരിക്കാനുള്ള യോഗ്യതയുണ്ടോ, അറിവുണ്ടോ? മറിച്ച് ആർക്കൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഒരു പൊളിറ്റീഷ്യൻ ആവാനുള്ള യോഗ്യത ഉള്ളത്? നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന സംഭാവനകളാണ്. ലിറ്ററലി ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് ഇപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരാണ്. നേരത്തെ ശമ്പളം തന്നുകൊണ്ടിരുന്നത് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിന് കോൺസ്റ്റന്റ് ആയിട്ട് റിപ്പോർട്ട് അടിച്ചു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇനി പറയണ്ട, ഇവർ ഈ പണി നിർത്തി പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതിൽ നിന്നൊന്ന് കരകയറാനും പഴയതിനേക്കാൾ മികച്ചതായി നമ്മുടെ വീഡിയോസും ചാനലും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ് പ്രേക്ഷകരായ നിങ്ങളോട് നമ്മൾ സാമ്പത്തിക പിന്തുണ അഭ്യർത്ഥിച്ചത്. നല്ല രീതിയിൽ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. കുറച്ചു കാലം കൂടി ഇതൊന്ന് സോർട്ട് ചെയ്ത് ശരിയാക്കുന്നത് വരെ നിങ്ങളുടെ പിന്തുണ വേണമെന്ന് തന്നെയാണ് മറക്കാതെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി പണപരമായിട്ട് പിന്തുണയ്ക്കാൻ കഴിയാത്ത ആളുകൾ വീഡിയോ കണ്ടും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഒക്കെ പഴയ റീച്ചിലേക്ക് വരാൻ നമ്മളെ സഹായിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കരൂർ സംഭവം. കരൂരിൽ സത്യത്തിൽ എന്താണ് നടന്നത്? ആദ്യം വിജയ് എന്ന പൊളിറ്റീഷ്യനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിജയ് ഒരു പൊളിറ്റീഷ്യൻ ആണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അദ്ദേഹത്തോടുള്ള നടൻ എന്ന രീതിയിലുള്ള താരാരാധന മാറ്റിവെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. അയാൾ ഒരു നല്ല പൊളിറ്റീഷ്യൻ ആണോ? ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകന് വേണ്ട എന്തെങ്കിലും വിവരം അദ്ദേഹത്തിനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അദ്ദേഹം ഒരു നടൻ എന്ന രീതിയിൽ പല റോളുകൾ വെള്ളിത്തിരയിൽ പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതിൽ രാഷ്ട്രീയക്കാരനുണ്ട്, പോലീസുകാരനുണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, അങ്ങനെ പല റോളുകളും അഭിനയിച്ചിട്ടുണ്ടാകാം. അഭിനയിക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ അങ്ങ് അറിയാം എന്നാണോ അർത്ഥം? ഒരിക്കലും അല്ല, അല്ലെ? അഭിനയിക്കാൻ കഴിയുന്നത് എഴുതി വെച്ച തിരക്കഥയെ അതുപോലെ അനുകരിക്കാനുള്ള ഒരു കഴിവാണ്. അതും എല്ലാവർക്കും ഇല്ല. എല്ലാവർക്കും കയറി അഭിനയിക്കാമോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു സ്കിൽഡ് ഒരു കഴിവ് തന്നെയാണ്. സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ് അഭിനയിക്കാൻ കഴിയുക, എല്ലാവർക്കും അഭിനയിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ സംഗതിയല്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന ഒരാൾക്ക് ആദ്യം വേണ്ട ഒരു സംഗതിയാണ് സിമ്പതി, അതിനോട് കിടപിടിച്ചു വരുന്ന എമ്പതി. അതൊരു സംഭവം ഞാൻ കാരണം അങ്ങ് ഉണ്ടാക്കിയിട്ട് മാറി അപ്പുറത്ത് രക്ഷപ്പെട്ട് ഓടിപ്പോയിട്ട് അവിടെ ഇരുന്ന് ട്വീറ്റ് ചെയ്യുന്നതിന്റെ പേരല്ല സിമ്പതി. ആ തരത്തിൽ നോക്കിയാൽ വിജയ് എന്നൊരു വ്യക്തി നല്ല നടനാണ്, പക്ഷെ നല്ല രാഷ്ട്രീയക്കാരനല്ല. ആദ്യമായിട്ടല്ല ഒരു ക്രൗഡ് പുള്ളറായ ഇദ്ദേഹത്തിന്റെ പരിപാടിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ലാസ്റ്റ് ഇദ്ദേഹത്തിന്റെ റാലിയിൽ ഒരാൾ മരിച്ചിരുന്നു. അതേ തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നടക്കം ഇതേപ്പറ്റി പരാമർശം ഉണ്ടായിരുന്നു. ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവത്തിന് തന്നെ 10,000 പേർ മാക്സിമം എന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയതാണ്. 10,000 പേർ മാക്സിമം എന്ന് പറഞ്ഞപ്പോൾ അതിനെയും രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് വിജയ് ശ്രമിച്ചത്. അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചത് അയാൾക്ക് രാഷ്ട്രീയമായി വിവരമുള്ളത് കൊണ്ടാണോ? അല്ല എന്നാണ് പറയാൻ സാധിക്കുക. കാരണം അയാൾ പറഞ്ഞത് സ്റ്റാലിന് എന്നോട് എന്തോ കാര്യമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടാകുമല്ലോ, അയാളുടെ കസേര തട്ടിയെടുക്കാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്, എന്റെ ജന പിന്തുണ കണ്ടിട്ട് എന്റെ പരിപാടിക്ക് ആള് വരാതിരിക്കാൻ വേണ്ടിയാണ് 10,000 ഇത് ചുരുക്കണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെ പ്രതിയോ മറിച്ച് തമിഴ്നാട് പീപ്പിൾ ആ വ്യക്തികൾക്ക് ഇങ്ങനൊരു സംഭവം വന്നാൽ അവരെങ്ങനെയാണ് വൈകാരികമായി പ്രതികരിക്കുക, എത്രത്തോളം അവർ ഈ സ്ഥലത്തേക്ക് ഒഴുകിയെത്തും, അവർക്ക് വേണ്ടി എസെൻഷ്യൽ നീഡായിട്ട് എന്തൊക്കെയാണ് ഒരുക്കേണ്ടത്, എങ്ങനെ ഒരുങ്ങി ഈ പരിപാടി നടത്തണം എന്ന് പോലും അറിയാത്ത, സത്യം പറഞ്ഞാൽ ഒരു കുട്ടിയാണ് ഇദ്ദേഹം.
ഇദ്ദേഹത്തിന്റെ മെയിൽ ഈഗോ മാത്രമേ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നിലുള്ളൂ. വളരെ വ്യക്തമായി പറഞ്ഞാൽ ഇതിനു മുൻപ് ഭരണത്തിലിരുന്ന സർക്കാരുകളിൽ നിന്നും ഒരു നടൻ എന്ന രീതിയിൽ വലിയൊരു ഇമേജ് ഉണ്ടായിട്ടും കിട്ടിയിട്ടുള്ള കുറെ അധികം തേമ്പലുകൾ, നല്ല പണികൾ. അതായത് തലൈവ സിനിമ ഇറങ്ങിയ സമയത്ത് ജയലളിതയായിട്ട് ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നു. തലൈവ എന്നും പറഞ്ഞ് പേരിട്ട് ഒരു സിനിമ ഇറക്കിയപ്പോൾ ജയലളിതയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നല്ല രീതിയിൽ ഫീമെയിൽ ഈഗോ എന്ന് പറയാം, മെയിൽ ഈഗോ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാമല്ലോ, ഈഗോ ഉള്ളൊരു ഒരു വ്യക്തിയാണ് ജയലളിത. ജയലളിതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അത് അങ്ങനെ അങ്ങ് തലവനാകണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പേര് ഞങ്ങൾ വെറുതെ ഇട്ടതാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും മകനും കൂടി മണിക്കൂറുകൾ CM-നെ കാണാൻ വേണ്ടി അവിടെ പോയിരുന്നു. ഇപ്പൊ നമുക്കറിയാമല്ലോ, വിജയ്ക്കുള്ള ജനപിന്തുണ, വിജയ്ക്കുള്ള താരാരാധന, ഫാൻസിന്റെ ഒക്കെ ഇത്രയും പോഷ് കണ്ടിട്ടുള്ള വ്യക്തിക്ക് ആദ്യമായി ഒരു സ്ത്രീയുടെ മുമ്പിൽ മണിക്കൂറുകളോളം പോയി കാത്തു നിൽക്കേണ്ടി വന്നു. ആ മണിക്കൂറുകൾ നിന്നിട്ടും ഇത്രയും പോപ്പുലറായ ഈ രണ്ട് വ്യക്തികളെ കാണാതെ ജയലളിത അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വലിയ രീതിയിലുള്ള ഇൻസൾട്ട്. അവിടെ നിന്നാണ് വിജയ് എന്ന് പറയുന്ന ഒന്നും മിണ്ടാതെ സിനിമ മാത്രം അഭിനയിച്ച് ഇന്റർവ്യൂവിലും വളരെ ശബ്ദം പോലും ഉയർത്താതെ സംസാരിച്ചിരുന്ന ഒരു വിജയ്ക്കുള്ളിൽ അധികാരത്തിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്ന ചിന്ത ഉണ്ടാവുന്നത്. തുടർന്നും അദ്ദേഹത്തിന്റെ ടാക്സ് ഇഷ്യൂസ്, അതുപോലെ ഓരോ കാര്യങ്ങൾ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് വരും തോറും ഇതൊക്കെയും ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ട്, മോഹൻലാലാണ് അതിൽ അച്ഛൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പോലീസിനെ ജയിക്കാൻ പോലീസ് ആവുക. അധികാരം വേണം, അധികാരത്തിൽ ഇരുന്നാലേ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റൂ. വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല, പോപ്പുലാരിറ്റി, പണം, എന്തുണ്ടായിട്ടും കാര്യമില്ല. അധികാരത്തിന് തുല്യം അധികാരം മാത്രമെന്നും പറഞ്ഞുകൊണ്ട് ഒരു റൗഡി പോലീസ് ആവുന്ന കഥ. ഇദ്ദേഹം തന്നെയാണ് നായകൻ. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരനെ തോൽപ്പിക്കാൻ രാഷ്ട്രീയക്കാരനാകണം. CM-ന്റെ കസേരയിൽ ഇരുന്ന് കാണിച്ച അഹങ്കാരത്തിന് മറുപടി നൽകാൻ, അവര് മരിച്ചുപോയെങ്കിലും ഇനി വരുന്നവരോടെങ്കിലും ഇതൊക്കെ കാണിക്കാമല്ലോ, അതിനുവേണ്ടി ആ കസേരയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു നടൻ മാത്രമാണ് വിജയ്. വിജയ്ക്ക് ഒരു ജനങ്ങളെ പറ്റിയും ചിന്തയില്ല. എന്താണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അവിടുത്തെ പ്രാദേശികവാദത്തിൽ ഏറ്റവും വിമർശനമേറ്റ ഒരു സംഗതിയാണല്ലോ തമിഴ് പറയാ, തമിഴ് മാത്രം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഗതി. അതിനെ വലിയ കാര്യമായിട്ട് അനുകൂലിച്ച വ്യക്തിയാണ്. സ്റ്റാലിനൊപ്പം നിൽക്കുന്നു, ഹിന്ദി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ഇദ്ദേഹത്തിന് സ്വന്തമായ ഒരു CBSE സ്കൂളുണ്ട്. അവിടെ തമിഴാണോ പഠിപ്പിക്കുന്നത്? CBSE സ്കൂളിൽ ഏത് പാവപ്പെട്ടവന്റെ മകനാ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് പാവപ്പെട്ട ജനങ്ങൾ മൾട്ടി ലാംഗ്വേജ് പഠിക്കുന്നതിനെ പ്രാദേശികവാദം പറഞ്ഞ് എതിർത്തിട്ട് പൈസ ഉള്ളവന്റെ മക്കൾക്ക് ഇയാളുടെ സ്വന്തം സ്കൂളിൽ എല്ലാ സ്കില്ലും, ലാംഗ്വേജ് സ്കില്ലും പറഞ്ഞു കൊടുക്കുന്നത്? ഇതിൽ നിന്ന് തന്നെ ഇരട്ടത്താപ്പ് വ്യക്തമാണ്. നല്ല രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഫാൻസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ മുന്നേറാം, ഫാൻസിനെ ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കാം, ഫാൻസിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയാകാം, സിനിമയിൽ ഭരിക്കുന്നത് പോലെ 4 തഗ്ഗടിച്ച് ജീവിച്ചു പോകാം എന്നാണ് ഇയാൾ വിചാരിച്ചത്. ഇപ്പൊ ഇതിൽ തന്നെ 10 മണിക്ക് ഇദ്ദേഹം അവിടെ വരും എന്ന രീതിയിലാണ് ട്വിറ്ററിൽ ഈ TVK എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആൾക്കാർ അടിച്ചു വിട്ടിരുന്നത് പോസ്റ്ററുകൾ. ഇദ്ദേഹം വന്നത് 7:40. ഇത്രയും മണിക്കൂറുകൾ, ഏകദേശം 8 മണിക്കൂർ ചൂടെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ കരൂരുള്ള ചൂട് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. നല്ല ചൂടാ. 8 മണിക്കൂറുകളോളം ഈ ചൂടത്ത് വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ 2 ലക്ഷത്തോളം മനുഷ്യർ. ഒന്ന് ആലോചിച്ച് നോക്കണം, 10,000 പേർ മാത്രം അനുവദനീയം എന്ന് പറഞ്ഞെടുത്ത് 2 ലക്ഷത്തോളം മനുഷ്യർ ഇയാൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നാൽ വിജയ് വരാൻ ലേറ്റ് ആകും എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർ വെച്ച വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടോ വെള്ളം കുടിച്ചിട്ടോ ഒക്കെ വന്നേനെ. അങ്ങനെ പോലും വന്നില്ല എന്നുള്ളതാണ്. ആളുകളുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള തെറ്റുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ തമിഴ്നാട് ജനത എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത് ആദ്യം അവിടെ ഭരിക്കുന്നവരാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരു വ്യക്തി ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ ജനങ്ങൾ എങ്ങനെയുള്ളവരാണെന്നാണ്. തമിഴ്നാട്ടുകാർ എത്രയധികം വികാരപരമായി സ്നേഹിക്കുന്നവരാണെന്ന് നമുക്കറിയാം. ജയലളിതയൊക്കെ മരിച്ചപ്പോ ആത്മഹത്യ ചെയ്തവർ ഇവിടെ ഉണ്ട്. ജീവൻ കൊടുത്തും സ്നേഹിക്കുന്ന ടൈപ്പ്, അത്ര ഇമോഷണൽ ആണ് തമിഴൻ. ആ സ്നേഹമാണ് വിജയ് താങ്കൾ ഇപ്പോൾ ദുരുപയോഗം ചെയ്തത്. 40 പേര് മരിച്ചു, അതിൽ കുട്ടികൾ. ശരിക്കും 3 മാസമുള്ള കൊച്ചിനെയൊക്കെ കൊണ്ട് ഇയാൾ പേരിടട്ടെ എന്ന് പറഞ്ഞവരെ ആരാധകർ അവിടെ വന്നു, ഗർഭിണികൾ വന്നു ഒരു നോക്ക് കാണാൻ വേണ്ടി. ഇതൊന്നും രാഷ്ട്രീയമായിട്ട് നിങ്ങളെ അധികാരത്തിൽ കയറ്റാനല്ലെന്നേ. നിങ്ങളെന്ന നടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്രയും ആളുകൾ അവിടെ വന്നത്. നിങ്ങൾ അവർക്ക് മേളിൽ നിന്നുകൊണ്ട് വെള്ളം എറിഞ്ഞെറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇയാൾ ആ ബസ്സിന്റെ മേളിൽ നിന്നുകൊണ്ട് 1 ലിറ്ററിന്റെ വെള്ളം ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. 8 മണിക്കൂർ ഒരു തുള്ളി വെള്ളം നാക്കിൽ പെടാതെ വന്ന ജനം ആ വെള്ളത്തിന് വേണ്ടി ഇടി കൂടി അത്രയധികം ട്രാജഡി അവിടെ ഉണ്ടായി. ഇതെല്ലാം കണ്ടു നിന്നുകൊണ്ട് വളരെ വിദഗ്ധമായി ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് കയറിപ്പോയി. എത്ര നല്ല നേതാവ്, കൈയടിക്കണം, സത്യത്തെ കൈയടിക്കണം. എന്താണ് ഒരു നേതാവ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു നേതാവ് എന്നാൽ നേതൃത്വം എടുക്കുന്നവനാണ്. അടിയെങ്കിൽ അടി, സമരമെങ്കിൽ സമരം, സംസാരമെങ്കിൽ സംസാരം, മുന്നിൽ നിൽക്കണം. ഒരു വെടി അവിടെ നിന്ന് പൊട്ടുകയാണെങ്കിൽ ആദ്യം അവന്റെ നെഞ്ചത്ത്, അവനാണ് നേതാവ്. ഇതെന്താ? ഒരു പ്രശ്നം ഉണ്ടായപ്പോ അവിടെ നിന്ന് ഒളിച്ചോടി പോയവന്റെ പേരെന്താ? ഞങ്ങളുടെ നാട്ടില് പ്രാദേശികമായിട്ട് പറയണമെങ്കിൽ മൊണ്ണകൾ എന്ന് പറയും. ഒരു പ്രശ്നത്തെ നിന്ന് നേരിടാൻ കഴിയാതെ അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്ന മൊണ്ണകൾ. ഇയാൾ വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇയാൾ അവിടെ വന്നാൽ ഇനിയും തിരക്ക് കൂടും, ഇനിയും പ്രശ്നം കൂടും എന്നൊക്കെ വാദിക്കുന്ന വ്യക്തികളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. കരൂർ എന്ന സ്ഥലത്തെ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോ അയാൾക്ക് എങ്ങനെ പോകാൻ തോന്നി?
അവിടെ എന്താ നടക്കുന്നതെന്ന് പോലും കൃത്യമായിട്ട് നോക്കാതെ ഇയാൾക്ക് എങ്ങനെ പോകാൻ തോന്നി? ജനങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഒരു ഗസ്റ്റ് ഹൗസ് എടുത്തിട്ട് അവിടെ നിൽക്കാൻ ഇയാൾക്ക് പറ്റില്ല? ഇയാൾക്ക് ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകാൻ പറ്റില്ല? ഒരു വീഡിയോ കോൾ ചെയ്ത് എന്താണെന്ന് നോക്കാൻ ഇയാൾക്ക് പറ്റില്ല? നിങ്ങൾ നോക്കൂ, ഇയാള് കൊള്ളരുതെന്ന് പറയുന്ന, കൊള്ളില്ല എന്ന് പറയുന്ന സ്റ്റാലിനും ടീമും അവിടെ ഹോസ്പിറ്റലിനകത്തുണ്ട്, ആളുകളുടെ അടുത്തുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അറിയാവുന്ന പണിക്ക് പോകാവുള്ളൂ. അറിയാൻ പാടില്ലാത്ത പണിക്ക് പോയാൽ ഇതുപോലെ ഇരിക്കും. അറിയാവുന്നവൻ കയറി ഗോൾ പിടിക്കും. അതാണല്ലോ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. സ്റ്റാലിന്റെ മകനും ആളുകളോടൊപ്പം ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ദുരന്തം ഉണ്ടാവുമ്പോ കൂടെ നിൽക്കുന്നവരെയാണെന്നേ ജനങ്ങൾക്ക് വേണ്ടത്. വിജയ് അണ്ണ എന്ന് വിളിച്ച നാവുകൊണ്ട് ഇപ്പൊ അവര് മാറ്റി വിളിക്കുന്നത് കണ്ടില്ലേ? എന്തുകൊണ്ടാ? എന്റെ കുഞ്ഞ്, ആ കുഞ്ഞിനൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്ന വരെയൊക്കെ ഉള്ളു എനിക്ക് ആരാധന. എന്റെ അപ്പുറത്തേക്കുള്ള ആരാധനയൊന്നുമില്ല. അപ്പൊ ആളുകളെ പ്രബുദ്ധരാക്കുക എന്നൊരു സംഗതിയോടൊപ്പം തന്നെ ആളുകൾക്ക് ഇത്രയൊക്കെ വിവരം ഉള്ളെങ്കിൽ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു പ്രോഗ്രാം നടത്തുന്ന ആൾക്കാർക്കുണ്ട്. അവിടെ ഒരുപാട് പേര് പറയുന്നത് കേട്ടു, ഇവിടെയും കുറെ കമന്റ്സ് കണ്ടു, സ്റ്റാലിനും ആഭ്യന്തരവും അല്ലേ പരാജയം, സ്റ്റാലിന്റെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ 100-200 പോലീസ് ഉണ്ടല്ലോ, ഇവിടെ എന്താ അത്രയും പോലീസ് ഇല്ലാത്തത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഗവൺമെന്റ് പ്രോഗ്രാമിന്റെ ഓർഗനൈസേഴ്സ് ആരാണ്? അവിടുത്തെ സുരക്ഷ ചുമതല ആർക്കുള്ളതാണ്? അതാരാണ് കൈകാര്യം ചെയ്യുന്നത്? ഇനി ഒരു പ്രൈവറ്റ് ഇവന്റ് നടത്തുകയാണെങ്കിൽ അതിന്റെ സുരക്ഷാ ചുമതല ആർക്കാണ്? പ്രൈവറ്റ് ഇവന്റ് നടത്തുന്ന വ്യക്തികൾക്കാണ്. ഗവൺമെന്റിന്റെ കാര്യത്തിൽ അതിന് ഗവൺമെന്റിന്റെ അധികാരികളുണ്ട്. ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിൽ ഇത്ര പേര് വരുമെന്നും ഇത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്റ്റേജും ഇത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന സദസ്സും അവർക്ക് നിൽക്കാനും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ ടൈമിന് റിമൂവ് ആകാനും ഇതിലെല്ലാം ഉള്ള കൃത്യമായ പ്ലാനിങ്ങിനുള്ള എന്താ പറയാ ഓർഗനൈസ് ചെയ്യുന്ന ടീം അവിടെ ഉണ്ട്. ഇത് തന്നെ ഒരു പ്രൈവറ്റ് ഇവന്റ് ആണെങ്കിൽ അവർക്കും അവിടെ ഒരു ടീം ഉണ്ടാവണം. പോലീസ് സുരക്ഷ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ഇവന്റിലേക്ക് ആവശ്യപ്പെടുന്നത്? ഇത്ര പേര് വരും, അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷ എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ വിജയുടെ പ്രോഗ്രാമിന് 10,000 പേരെ വരാൻ പാടുള്ളൂ എന്നാണ് കോടതി വിധി. അങ്ങനെയാണെങ്കിൽ 10,000 പേർക്കുള്ള പോലീസേ അവിടെ ആവശ്യമുള്ളൂ. 2 ലക്ഷം പേര് വന്നതുപോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അട്ടർ ഫെയിലിയർ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ഗ്രൂപ്പാണ് TVKടേത്. നിങ്ങൾ അത് സമ്മതിച്ചോളൂ. നിങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങളെ കൊണ്ട് ഇവിടെ ഒരു പാർട്ടി നടത്തൽ പറ്റില്ല. സിനിമയല്ല രാഷ്ട്രീയം, സിനിമയല്ല റിയൽ ലൈഫ്. ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കൂ. ഇവിടെ വിജയിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വിജയ് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഞാൻ പറയുക, ലാസ്റ്റ് ഇയാള് ഓരോ സ്ഥലത്ത് ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലത്തും വായിക്കുവാണ് വിജയ് 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 എന്നൊക്കെ പറഞ്ഞാൽ മതി, പറ്റില്ല. വിജയ് എല്ലായിടത്തും നിൽക്കുന്ന ഞാനാണ് എന്ന് പ്രതീകമായ അർത്ഥത്തിൽ എന്റെ പ്രതിനിധികളാണ് എന്ന് കണ്ട് വോട്ട് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഇയാൾ തള്ളിയത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു സുരക്ഷാ പാളിച്ച അയാളുടെ റാലിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ 100% ഉത്തരവാദി അയാൾ തന്നെയാണ്. അയാളുടെ പ്രതിനിധികൾ എന്താ ഇതൊന്നും മര്യാദയ്ക്ക് ചെയ്യാതിരുന്നത്? 10,000 പേരിൽ കൂടുതൽ ആളുകൾ വന്നാൽ അവർക്ക് എങ്ങനെ അവിടെ സുരക്ഷ ഒരുക്കും? 8-9 മണിക്കൂർ മനുഷ്യർ നിന്ന് കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷനും ചൂടും കൊണ്ട് ചത്തുപോകും. പോയില്ലേ? ആ മിനിമം ബോധം ഉണ്ടോ? വെള്ളം കൊടുക്കണം എന്ന മിനിമം ബോധം ഉണ്ടായിരുന്നോ? ഈ പറയുന്ന വ്യക്തി 7:40 ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത് ഒരു ബസ്സിന്റെ മേളിൽ നിന്നിട്ടാണ്. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്താ പറയാ, ക്രൗഡ് പുള്ളറാണ്. ക്രൗഡ് ഇങ്ങനെ കൂട്ടി മാക്സിമം അത് എൻജോയ് ചെയ്ത് അയാൾ വന്നത്. ആ എൻജോയ്മെന്റിന്റെ ബാക്കി പത്രമാണ് മരിച്ചു കിടക്കുന്ന മനുഷ്യര്. അപ്പൊ ഒന്ന് മനസ്സിലാക്കൂ, ചെയ്യാൻ അറിയാവുന്ന പണികൾ ചെയ്യുന്ന വ്യക്തികളെ മാത്രം പിന്തുണയ്ക്കുക. ഇതുപോലൊക്കെ വെറുതെ ഗിമ്മിക്ക് കാണിക്കാൻ വരുന്ന നടന്മാരെ തിരിച്ചറിയാം. MGR സിനിമയിൽ വന്നിട്ട് നല്ല ആളായതാണല്ലോ എന്നൊക്കെ ഇയാൾ തന്നെ പ്രസംഗിക്കുന്നതൊക്കെ കേട്ടു. MGR ഒരു പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത് അയാൾ MLA ആയിരുന്നു. താൻ ആരാ? താൻ സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു നടൻ. അല്ലാതെ ഈ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നത്തിൽ തന്റെ റോൾ എന്താ? സിനിമയിലെ ആളുകളെ രക്ഷിച്ചു എന്നല്ലാതെ റിയൽ ലൈഫിൽ താങ്കൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ തന്നെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ താങ്കൾ എന്താണ് ചെയ്തത്? താങ്കൾ ഒളിച്ചോടി പോയി അപ്പുറത്തിരുന്ന് ഒരു ട്വീറ്റ്. അങ്ങനെ ട്വീറ്റ് ചെയ്യുന്ന ഒരു നേതാവിനെ ഒന്നും വേണ്ടപ്പ. ഇന്ത്യയിലുള്ള ആളുകൾക്ക് അത്രയ്ക്ക് മാറിയിരുന്ന് ട്വീറ്റ് ചെയ്യുന്ന അത്രയ്ക്ക് പോസ്റ്റ് ആയിട്ടുള്ള നേതാക്കളെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി നിന്ന് ഒരു ഉരുൾപൊട്ടലുണ്ടായി ഇവിടെ നിൽക്കണം, അങ്ങനത്തെ ആൾക്കാരെ മതി. ഇനി അങ്ങനത്തെ ആൾക്കാരെ മതി. അല്ലാതെ കാഴ്ച കാണാൻ വരുന്നവരെയും പേരെടുക്കാൻ വരുന്നവരെയൊക്കെ തള്ളിക്കളയാൻ പഠിച്ചാൽ മാത്രമേ. ഇപ്പൊ ഈ വിജയ് ഇവിടെ നിന്ന് ഒളിച്ചോടി പോയത് എന്തുകൊണ്ടാണെന്നോ നിങ്ങളുടെ വിചാരം? ഓടി ചെന്നൈയിലേക്ക് പോയത് ഇവിടെ ഇനിയൊരു തിരക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ? പേടിച്ചിട്ടാ. ഈ ഫാൻസിന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കണ്ടെന്ന് പേടിച്ചിട്ടാ. അപ്പൊ ആ ഭയം ഇനി ഉണ്ടായിരിക്കും. ഇനിയിപ്പം അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇയാൾ അങ്ങ് അതും വെച്ച് ഇയാൾ പിന്നെയും സിമ്പതി ക്രിയേറ്റ് ചെയ്യാനും പോപ്പുലാരിറ്റി കാണിക്കാനും ഒക്കെ നോക്കും. സിനിമയിൽ ഇയാൾ കണ്ടിട്ടുള്ള, സിനിമ കണ്ട് കുറെ നാൾ കണ്ട മനുഷ്യർക്ക് തന്നെ അതിനകത്ത് കുറെ ട്രിക്കൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ ഇയാൾ പ്രവർത്തിച്ചിട്ടുള്ള ഇയാളുടെ പരിചയം വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇയാൾ ഇനിയും കളിക്കുമായിരിക്കും. പക്ഷെ ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വ്യക്തി, കേരളത്തിലുള്ള നമ്മൾക്കും ഇതൊക്കെ വലിയൊരു പാഠമാണ്. മനസ്സിലായില്ലേ? എറിയാൻ അറിയാവുന്നവന്റെ കയ്യിലെ വാടി കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത ഒരാളെ വളർത്തിയിട്ട് ഒന്നുമില്ല. ഈ പറയുന്ന ഇവരുടെ ഒന്നും രാഷ്ട്രീയ ഈഗോയ്ക്ക് തീർക്കാനുള്ളതല്ല നമ്മുടെ ഒന്നും ജീവനും ജീവിതങ്ങളും ഒന്നും. ഇതെല്ലാം ഒരു പാഠമാണ്. ഒരു തിരക്കിന്റെ ഇടയ്ക്ക് പോകാതിരുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ശ്വാസം മുട്ടി ഈ പറയുന്ന ആളുകൾ വീഴുന്നിടത്തെല്ലാം ചവിട്ടുകൊണ്ടും മരിക്കുന്നതിലും വളരെ ഭേദമാണ് ഒരു ഫാൻ ഊട്ടി വീട്ടിൽ കുത്തിയിരിക്കുന്നത്. TV കണ്ടാൽ മതി. അതിനപ്പുറത്തേക്കൊന്നും ഈ മനുഷ്യരും ഇല്ലെന്ന്. ഇവരൊക്കെ നമ്മളെ പോലെ തന്നെ ചോരയും നീരും മജ്ജയും മാംസമുള്ള മനുഷ്യർ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കുന്തോ ഇല്ല.
അത്രയേ ഉള്ളൂ. ആരാധനയ്ക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഒരു സംഗതി എന്താ? ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഉണ്ടായിരിക്കുന്നത് മുൻപ് ഇതേപോലെയൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് വലിയ സംഭവമല്ല എന്നൊക്കെ പറയുന്ന വ്യക്തികളെ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ ഇതേപോലെ ചവിട്ട് കൊണ്ട് മരിച്ചിരുന്നെങ്കിൽ ഇതുപോലൊന്നും നിങ്ങൾ പറയില്ലായിരുന്നു. മറ്റുള്ളവർക്ക് വരുന്ന സമയത്ത് പറയാൻ ഭയങ്കര എളുപ്പമാ. പക്ഷെ അവനവന്റെ ജീവിതത്തിലേക്ക് വരണം. ഇയാൾ ഒരു നേതാവല്ല. ഇയാൾക്കൊരു നേതാവാകാൻ ഒരിക്കലും സാധിക്കില്ലെന്നേ പറയാൻ സാധിക്കൂ. മനസാക്ഷി ഉള്ളവനാണ് നേതാവ്. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് നിമിഷ നേരത്തിനുള്ളിൽ മുങ്ങി ചെന്നൈക്ക് പോകുന്നവന് മനസാക്ഷി ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. എഴുതി ഒപ്പിട്ട് തരാം. അപ്പോ പറയാൻ ഇത്രയേ ഉള്ളൂ. കരൂരിൽ നടന്ന സംഭവം വളരെയധികം ദുഃഖജനകമാണ്. അതേപോലുള്ള രാഷ്ട്രീയക്കാരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അത് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും എല്ലാം നമുക്കൊരു പാഠം തന്നെയാണ്. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.